ഇങ്ങനെ കുറേ പേര് വഴി നിന്ന് വിളിക്കും. ഓടിച്ചെന്ന് ഫോട്ടോ എടുത്ത ഓരോ ഫോട്ടോയ്ക്കും അവർ പൈസ വാങ്ങിക്കുകയും ചെയ്യും. ഓൾ ദോസ് ആർ ലേഡി ബോയ്സ്. ഞാനും ചെറുതായിട്ട് അതിലൊന്ന് വീണായിരുന്നു. അപ്പോൾ സവാതി, വെൽക്കം ടു പട്ടായ. പട്ടായ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ദ സാങ്ച്വറി ഓഫ് ട്രൂ. മസ്റ്റ് അഡ്മിറ്റ്, ഇതൊരു ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസാന്ന് വേണം പറയാൻ. ഫുള്ളി വുഡിൽ കാവ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് കാർഡ് ആയിട്ടുള്ള സ്കൾപ്ചർ ആട്ടോ ഇത്. ഓഷ്യൻ സൈഡിലായിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വ്യൂ ഭയങ്കര രസമാണ് കാണാൻ. ഇത് പണിയാൻ മെറ്റൽ നെയിൽസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഫാക്റ്റാട്ടോ. ഇങ്ങനത്തെ ഗൈഡ്സ് നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചു തന്നുകൊണ്ടേയിരിക്കും. ദെൻ നമ്മളൊരു തീംഡായിട്ടുള്ള എയർപോർട്ട് തീംഡായിട്ടുള്ള ടെർമിനൽ 21 മാളിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലായിട്ട് വന്നത്. പേര് പോലെ തന്നെ ഇവിടെ എല്ലാം ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് സ്ട്രീറ്റ്, ഓവർ ബിൽറ്റ് ആയിട്ടുള്ള വുഡൻ ഹൗസസ്, ബ്രിഡ്ജസ്, പിന്നെ ചെറിയ ചെറിയ സ്റ്റോളുകൾ എല്ലാം ഫ്ലോട്ടിംഗ് ആണ്. ഡിഫറെൻറ്റ് കൾച്ചറൽ ഷോസും പെർഫോമൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് കാം ആൻഡ് ചില്ലായിട്ട് ഒരു തായ് ലഞ്ച് നമുക്കൊരു തായ് രീതിയിലൊക്കെ ഇരുന്ന് കഴിക്കാം. ഓൺ ദ വേയിൽ ഡ്രാഗൺ സ്കൾപ്ചറും കൊണ്ട് ഗോഡ് ചെയ്തേക്കുന്ന ഗ്രാൻഡ് സ്റ്റെയർ കേസൊക്കെ ഉള്ള ബിഗ് ബുദ്ധേനോടെ കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അടുത്ത് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതിൽ ഇത്രയും ഭംഗിയുണ്ടാവുന്ന അത്ര അടിപൊളി സ്ഥലമായിരുന്നു. വി വെൻറ്റ് ടു ദ പട്ടായ വ്യൂ പോയിൻറ്റ്. അടിപൊളിയായിട്ട് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് പറയാം. ദെൻ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു സൺസെറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ദെൻ വി വെൻറ്റ് ടു ദ പട്ടായ ബീച്ച് ആൻഡ് ദ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ്. ഇത് ആക്ച്വലി ഇതൊരു കംപ്ലീറ്റ്ലി പെഡസ്ട്രിയൻ സ്ട്രീറ്റ് ആവും കേട്ടോ നൈറ്റ് ആയി കഴിഞ്ഞാൽ. സോ ഇറ്റ് വാസ് ഗുഡ്, ഫൺ.